ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് എംബ്രേസ് ഇൻ ദ ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്ന ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ്. അതിനു മുന്നേ നമുക്ക് അടുത്ത ഏത് ഡ്രാമ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. വേറെ ഒരു ചാനലും ചെയ്യാത്ത ഡ്രാമാസ് നോക്കി വേണം കമൻറ്റ് ചെയ്യാനേ. തുടക്കത്തിൽ തന്നെ കാണും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഒരു ഹാളിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് അവൾ വെച്ചിട്ടുള്ള ക്യാമറ വെച്ചിട്ട് അവൾ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അടുത്ത് വന്ന് അങ്ങനെ നിൽക്കുമ്പോൾ അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ശരിക്കും മാഡം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഉടനെ അവളാണെങ്കിൽ ആ ഹെഡ്സെറ്റൊക്കെ എടുത്ത് മാറിയിട്ട് പറയും, ഞാനൊരു സ്റ്റോറി എഴുതുകയാണ്. ഓ, സ്റ്റോറി എഴുതുന്നു, അതിനെന്തിനാണ് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് ഹീറോ ചോദിക്കുമ്പോഴേക്കും അവൾ ആ ലാപ്ടോപ്പിനെ അടച്ചു വയ്ക്കുന്നുണ്ട്. അതെന്തിനാണ് എനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമില്ല, നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും അവൾ എന്തോ കുരുത്തക്കേട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അടുത്ത് നമ്മുടെ ലിനിനെയാണ് കാണിക്കുന്നത്. അവനെ കാണാൻ വേണ്ടി അവൻ്റെ പപ്പ വന്നിട്ടുണ്ടായിരിക്കും. അല്ല, അച്ഛനെന്താ ഇപ്പോൾ വന്നതെന്ന് അവനിങ്ങനെ പേടിച്ച് ചോദിക്കും. ഇല്ല, എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു, നിനക്ക് രണ്ട് മറുപടി തരാൻ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ തടിയെടുത്ത് അവൻ്റെ തലക്കിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നിനക്ക് എന്തിൻ്റെ കേടാ, നീ ആ പെണ്ണിനെ വെറുതെ വിട്ടിരിക്കുകയല്ലേ, നിനക്ക് എങ്ങനെ അതിന് പറ്റുന്നത്, പോരാത്തതിന് നിന്റെ കൂട്ടുകാരൻ്റെ കൂടെയല്ലേ അവൾ കറങ്ങുന്നത്, അതിനൊക്കെ കാരണമുണ്ടോ അപ്പം, ഞാൻ അവരൊന്നും ചെയ്യാത്തതിന് കാരണമുണ്ടെന്ന് പറയും. അപ്പോൾ പപ്പയാണെങ്കിലും പറയും, നിനക്ക് അതിൻ്റെ കാരണമൊന്നും എനിക്കറിയണ്ട, എത്രയും പെട്ടെന്ന് അവളെ നീ തീർത്തേക്കണം, എനിക്ക് വേറെ ഒന്നും അറിയണ്ടെന്ന് പറയും. നമ്മുടെ ലിന്നാണെങ്കിലും ഭയങ്കര വിഷമത്തിൽ മുഖം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അടുത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കും. അവിടേക്ക് നമ്മുടെ ഹീറോയിൻ കുളിച്ചിട്ട് വരുന്നുണ്ടായിരിക്കും. അവളും കണ്ടുപിടിച്ചു എന്നുള്ള പേടിയിൽ വരായിരിക്കും. അപ്പം നമ്മുടെ ഹീറോ പറയും, നീ ഇത്രയും വലിയ രഹസ്യം ഒളിച്ചു വെച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന്. അവളാണെങ്കിൽ ഞെട്ടിപ്പും എല്ലാം കണ്ടുപിടിച്ചു എന്ന്. എന്നിട്ട് അവൻ തന്നെ പറയുന്നുണ്ട്, ഇല്ല, നീ സെൽഫി എടുക്കുമ്പോൾ ഇത്രയും ക്യൂട്ടാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അവളും പറയും, ഓ, നിനക്കെന്നെ ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് നിനക്കെന്നെ ക്യൂട്ടായിട്ട് തോന്നും, അല്ലാണ്ട് വേറൊന്നും ആയിരിക്കില്ല എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ഫോണിലോട്ട് കോൾ വരുന്നുണ്ട്. ലിന്നായിരിക്കും വിളിക്കുക. എൻ്റെ മനസ്സ് ശരിയല്ല, നീ എനിക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചിട്ടില്ലേ, അപ്പോൾ ഇത്ര രാത്രിയായില്ലേ എന്ന് പറയാം. ഇല്ലേ, നമ്മുടെ ഹീറോ ആണെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിച്ചില്ലേ നിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. നീ വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എൻ്റെ ഷോൾഡറിൽ നോക്കുമ്പോൾ ഇത് എന്താ പറ്റിയ, നിൻ്റെ പപ്പ തന്നെ വീണ്ടും അടിച്ചോന്ന് ചോദിക്കും. അപ്പോൾ ലിൻ പറയും, അതൊന്നുമില്ല, സാരമില്ല എന്ന്. നമ്മുടെ ഹീറോ ആണെങ്കിൽ, ശരി, നിനക്ക് എന്നോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ നീ പറയണ്ട, നീ ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് പറയും. നമ്മുടെ ഹീറോയെ സംബന്ധിച്ച് ലിൻ എന്ന് പറയുന്നത് അവൻ്റെ കൂടെ പിറന്ന സഹോദരനെ പോലെയാണ്. പക്ഷെ അവനാണ് നമ്മുടെ ഹീറോയെ ചതിച്ചുകൊണ്ട് ഇത്രയും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ സിയാമിൽ നമ്മുടെ ഹീറോയിന് ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ വിളിക്കും. എന്നിട്ട് ആ ഒരു പെൺകൊച്ച് ചെയ്തേക്കണത് കണ്ടോ, അവൾ ഇവിടെ ക്യാമറ വെച്ചിരിക്കുന്നു, ഇതിനൊരു ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ പറയും, ഒരു കാരണവശാലും അവൾ അത് ചെയ്യത്തില്ല എന്ന്. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്ക് അറിയാം അവളാണ് അത് ചെയ്തതെന്ന്, പക്ഷെ അവനാണെങ്കിൽ അവൾ വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ അവർ പറയും, ഓ, അങ്ങനെയാണോ, അവൾ ചെയ്തതല്ലേ, ശരി, ഓക്കെ, ഈ ക്യാമറ എന്തായാലും ഒരു ലാപ്ടോപ്പുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്, അത് ആരുടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചറിയാമല്ലോ എന്ന് പറയും. എന്നിട്ട് അവരാണെങ്കിലും ആ ഒരു ക്യാമറ ഏത് ലാപ്ടോപ്പുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയം അത് കാണിക്കുന്നത് അങ്ങ് പുറത്ത് ഒരു സ്ഥലത്തുള്ളതായിരിക്കും. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ അവൾ ഇതൊക്കെ ചെയ്തു എന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതെങ്ങനെ നോക്കിയാലും അവളുടെ അടുത്തോട്ട് തന്നെ വരും എന്നറിയാമെന്നുള്ളതുകൊണ്ട് അവൻ എന്ത് ചെയ്യും, ഡയറക്ഷനൊക്കെ മാറ്റി ആ ഒരു സൈറ്റ് തന്നെ മാറ്റി ഒരു ബഗ്ഗായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് അറിയാം അവളാണ് ചെയ്തതെങ്കിലും, പക്ഷെ അവൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഹീറോ പറയും, കണ്ടോ, അവളല്ലേ, അവൾ ഇതൊന്നും ചെയ്തില്ല, അവളൊരു നല്ല പെൺകുട്ടിയാണെന്ന് നമ്മുടെ ഹീറോ പറയുമ്പോൾ നമ്മുടെ ലിനിൻ്റെ പപ്പയാണെങ്കിൽ, ഇപ്പം നീ അവളെ രക്ഷപ്പെടുത്തി, പക്ഷേ എല്ലാ സമയവും നിനക്ക് അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഒരു കണക്ഷനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞെട്ടിപ്പോയിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. അവനെ കണ്ടത് നമ്മുടെ ഹീറോയിനാണെങ്കിലും ഒരുമാതിരി ഇരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇനി എന്തായാലും എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, എപ്പം നോക്കിയാലും നിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെന്നല്ല എൻ്റെ ജോലി. അപ്പോൾ നമ്മുടെ ഹീറോയിനും ചോദിക്കും, നീ എന്തിനാണ് രക്ഷപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, പിന്നെ ഞാൻ രക്ഷപ്പെടുത്താതെ വേറെ ആരെ രക്ഷപ്പെടുത്താനാണ്, ഇനി നീ എന്തായാലും 10 മാസത്തേക്ക് ജോലിക്ക് പോകണ്ട, ഞാൻ നിനക്ക് ലീവ് എഴുതി കൊടുത്തിട്ടാണ് വന്നതെന്ന്. ഉടനെ അവൾ പറയും, അതൊന്നും പറ്റത്തില്ല, എനിക്ക് ജോലിക്ക് പോകണമെന്നിട്ട് കോളയും, എനിക്ക് ഇനി ജോലിക്ക് വരണമെന്ന്. അപ്പോൾ അവർ പറയും, നിങ്ങളുടെ ലീവ് അപ്രൂവ് ആയിട്ടുണ്ട്, നിങ്ങൾ 10 മാസത്തേക്ക് ജോലിക്ക് വരണ്ടെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ അവൾ പറയും, ഓ, നിങ്ങളുടെ ഇത്രയും വലിയ മനസ്സാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും. അടുത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ ചേച്ചിയുടെ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് കുറേ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കുറേ ഫയൽസ് മിസ്സായിട്ടുള്ള കാര്യം അവൾക്ക് അറിയാൻ പറ്റുന്നത്. ഇതെന്താ ഇങ്ങനെ, അത് കണ്ടുപിടിക്കണമല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫോണിലോട്ടൊരു മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജിൽ, നീ എന്നെ പറ്റിയാണ് ഈ കണ്ടുപിടിക്കാൻ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി, ശരി, നിനക്ക് എന്നെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് ഞാൻ പറയുന്ന ദിവസം വരാൻ പറയും. എവിടെ വരാൻ, നമ്മുടെ ഹീറോ അവളെ വിട്ടാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ഹീറോയിനെ ഓർത്താൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യും, ഒരു കോഫിയിൽ കുറച്ച് സ്ലീപ്പിംഗ് പിൽസൊക്കെ ഇട്ട് കലക്കിയിട്ട് വരും. എന്നിട്ട് പറയും, ഈ കോഫി കൊള്ളത്തില്ല, നീ നിനക്ക് വേണോ, നീ കുടിച്ചു നോക്കാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും, ഓ, എൻ്റെ വൈഫ് ഉണ്ടാക്കിയ കോഫി എന്തായാലും മോശമാവത്തില്ല എന്ന് പറഞ്ഞിട്ട് കുടിക്കും. ഇത് കൊള്ളാലോ എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിലും, എങ്കിൽ പിന്നെ നീയേ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും.
അടുത്ത രാത്രിയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ഉറങ്ങിയെന്ന് നോക്കുമ്പോൾ അവൻ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടായിരിക്കും. അവളങ്ങനെ പതുക്കെ പമ്മി പമ്മി ഇറങ്ങുമ്പോഴേക്കും അവളുടെ കാലിലോട്ടൊരു കൈ വന്ന് പിടിക്കുന്നുണ്ട്. നോക്കിയതാരാ? നമ്മുടെ ഹീറോ. എന്നിട്ട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുക. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും അവൾ അവിടെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയും എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്, നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ അവളെ പെട്ടെന്ന് കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും നിനക്കിപ്പോൾ ഞാൻ 2 ഓപ്ഷൻ തരാം, ഒന്ന് നീ പോയി കിടന്ന് ഉറങ്ങും, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കിസ് ചെയ്തിട്ടേ ഇരിക്കുമെന്ന്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും കുടുകുടുകുടുവെന്ന് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ വർക്കിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കും. ഹീറോ അങ്ങോട്ട് പോയത് നമ്മളെ ഹീറോയിൻ പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിരുന്നു. പക്ഷെ അവിടെ നോക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻറ്റ് നീ എന്താ ഇവിടെ ചോദിക്കുമ്പോൾ പറയും ബോസ് പറഞ്ഞു നിങ്ങളപ്പോൾ കൂടെ ഇവിടെ വേണമെങ്കിലും പറയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ എഴുതുന്നത്. അപ്പോൾ അവൾ പറയാം അതിന് കുഴപ്പമില്ല, ഞാൻ ചെറിയൊരു വാക്കിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ അവൻ പറയും ഇല്ല സാരമില്ല, ഞാനും കൂടെ വരുന്ന പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടെന്ന് പറയും. അപ്പോൾ അവൾ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഇല്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആരും നോക്കിയത് നമ്മുടെ ലീനയായിരിക്കും, മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് ആണ് ഹീറോയിൻ്റെ അടുത്ത് ശരി നമുക്ക് ആ ഒരു ബാറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അങ്ങോട്ട് പോകാമോ എന്ന് ചോദിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിലും ആ ഒരു മാസ്ക് വെച്ച പയ്യനെ കണ്ടുപിടിക്കാമല്ലോ എന്നുള്ള ഇതിൽ അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അവിടെ വരുമ്പോൾ നമ്മുടെ ലീനനെ കാണുന്നുണ്ട്. അല്ല നീ എന്താ ഇവിടെ? നമ്മുടെ ലീനയാണെങ്കിലും അസിസ്റ്റൻറ്റിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. ഓ അപ്പോൾ ഇങ്ങനൊരു കഥ കൂടെ ഇവിടെ നിന്ന് ഓടുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ശരി ഓക്കെ, ഞാനൊന്ന് റെസ്റ്റ് റൂം പോയിട്ട് വരാമെന്ന്. അവൻ്റെ പിറകെ നമ്മുടെ അസിസ്റ്റൻറ്റ് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ അവൻ തടയുന്നുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോൾ നീ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും. എനിക്കൊരു വൈൻ എടുത്ത് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീന ചോദിക്കുമ്പോൾ നിനക്ക് തരാത്ത വൈനോ എന്നുള്ള രീതിയിൽ അവൻ വൈൻ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിൽ ഒഴിച്ചിട്ട് അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്കത് കൊടുക്കുമ്പോൾ അവളാണെങ്കിൽ പറയും എനിക്ക് ആ വൈനല്ല ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ ഒഴിച്ചിട്ട് ആ ഒരു വൈനിനെ അവൾ കുളിക്കുന്നുണ്ട്. നമ്മൾ ഈ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലഷ് ആവുന്നുണ്ട്. ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നത് അവളുടെ ഓഫീസിലോട്ടായിരിക്കും. അവിടെ പോകുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത് അവിടെ ഓഫീസിലുള്ള എല്ലാ ഫയലുകളും വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന്. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ലോറിയിലോട്ട് ഞാൻ ഇവിടുത്തെ എംപ്ലോയി ആണ്, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ആ ലോറിയിൽ അവൾ കയറുന്നുണ്ട്. അങ്ങനെ ആ ലോറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ മാസ്ക് ഇട്ട പയ്യൻ ആ ലോറിയിലോട്ട് കയറുന്നത് നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ കണ്ട് മനസ്സിലാക്കി വയ്ക്കും. എന്നിട്ട് കുറച്ചു ദൂരം പോകുമ്പം ആ ഡ്രൈവർ കാറിനകത്ത് ആരോ ഉണ്ടല്ലോ, ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ശരി വെയിറ്റ് ചെയ്യും, ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഇത് മാസ്ക് വെച്ച പയ്യൻ ഇവളാണെന്ന് അറിയാതെ അവളെ കുത്താൻ വരുന്നുണ്ട്. അവൾ പേടിച്ച് പിറകോട്ട് പോകുമ്പോൾ അവനാണെങ്കിൽ അവളെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്തായാലും എല്ലാം ചെക്ക് ചെയ്യ്, ഞാൻ ഉണ്ട് കൂടെ, ഞാൻ ആരോടും പറയില്ല എന്ന് സൈൻ ലാംഗ്വേജിൽ പറയുന്നുണ്ട്. അവനാണെങ്കിലും അതിനെ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി കുറേ ദൂരം പോകുമ്പോൾ ആ ട്രക്ക് നിർത്തും. ആ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്തിറങ്ങി വരും. അവനും പുറത്തിറങ്ങുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ അവൻ്റെ അടുത്ത് പോയിട്ട് എന്താ കിട്ടിയെന്നുള്ളത് ചോദിക്കും. അവനാണെങ്കിൽ ആ ഒരു ബോക്സ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു ഫയലും ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ ഹീറോ പറയും ഞാൻ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തു, ഇതിനകത്ത് ഒരു ഫയലും ഇല്ലയെന്ന്. നമ്മുടെ ഹീറോയിൻ ഒന്നും മനസ്സിലാവത്തില്ല. അവരെല്ലാ ഫയലുകളും അവരറിയാതെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ഡമ്മി ഫയൽ മാറ്റലായിട്ടാണ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമ്മുടെ ഹീറോയും അവനും മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നുണ്ടല്ലോ, എന്താ നിൻ്റെ പേരെന്ന് അവൾ ചോദിക്കും. അവൻ അടുത്ത് കാണുന്ന ഒരു മീനിനെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ മീനെന്നാണോ നിൻ്റെ പേരെന്ന് ചോദിക്കും. ശരി ഞാൻ നിന്നെ മീനെന്ന് വിളിക്കാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയുന്നുണ്ട്. ഹീറോയിൻ തിരിച്ച് റൂമിലോട്ട് വരുമ്പോൾ അവൾക്ക് നിറയെ മെസ്സേജ് വരുന്നുണ്ട്. എന്താണെന്ന് നോക്കി എല്ലാവരും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞാണ് മെസ്സേജ് ഇടുന്നതാണ്. അതായത് ഇവൾ 10 മാസം ലീവ് എടുത്തിരിക്കുന്നതുകൊണ്ട് അവരെല്ലാവരും ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ചേക്കാണ്. നമ്മുടെ ഹീറോ വന്നതും ഹീറോയുടെ അടുത്ത് ഇത് പറയാണ്. അപ്പോൾ ഹീറോയ്ക്കും ചിരിയാണ് വരുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ അങ്ങനെ തള്ളി കൊണ്ടുപോയി വെച്ചിട്ട് പറയും ശരി നീ അവർ പറഞ്ഞതിനെ ഓർത്താണ് നിനക്ക് വിഷമം വരുന്നത്, ശരി നമ്മൾ ആ പറഞ്ഞത് നമുക്ക് സത്യമായിട്ട് മാറ്റാം, ഒരു കുഞ്ഞിനെ അങ്ങ് പ്രസവിക്കാം, നമുക്ക് വളർത്താന്നേ, ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് അവൾ അവനെ തള്ളി മാറ്റിയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല. വി എന്ന് പറയുന്ന മെസ്സേജ് അയച്ചു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു ഐഡിയ ഇടും. ശരി നമുക്ക് പുറത്ത് കഴിക്കാൻ പോയാലോ എന്ന്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ഓഫർ തരുന്നതല്ലല്ലോ, എന്ത് പറ്റി, ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് റെസ്റ്റോറൻറ്റിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് വിശ്വാസം വരുന്നില്ല. നീ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, എന്താ ഇങ്ങനെ തോന്നാനെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറഞ്ഞു ഇത് അത്യാവശ്യം നല്ല പൈസക്കാരുടെ ഒരു റെസ്റ്റോറൻ്റാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധനങ്ങൾക്കും വില കൂടുതലായിരിക്കും, അല്ലാണ്ട് വേറൊന്നും കൊണ്ടിട്ടല്ല എന്ന് പറയും. ഇതേ ഹോട്ടലിൽ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റും ലീനയും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഒരു സമയം എത്തുമ്പോൾ നമ്മുടെ ലീനയാണെങ്കിൽ ശരി ഞാൻ ഒന്ന് റെസ്റ്റ് റൂം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഞാൻ ഒന്ന് റെസ്റ്റ് റൂം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ടും പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അയ്യോ നമ്മുടെ ഹീറോയിൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് വരും. നമ്മുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ലീനേനെ ഓർത്തിട്ട് അവിടെ നിന്ന് എണീറ്റ് വരും. ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിയിടിക്കുന്നുണ്ട്. അത് ലീനയാണെന്ന് അസിസ്റ്റൻറ്റും അത് ഹീറോയിൻ ആണെന്ന് ഹീറോയിൻ വിചാരിച്ച് ഹഗ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കറണ്ട് വരും.
അപ്പോഴാണ് കാണുന്നത് അസിസ്റ്റന്റ് ഹീറോയാണ് ഹഗ് ചെയ്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു. അവിടെ ഹീറോയിനും ലീനയും കൂടെ പ്ലാൻ ചെയ്താണ് ഇങ്ങനെ വന്നത്. ഇത് നമ്മളുടെ ഹീറോയും അസിസ്റ്റന്റും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീനയ്ക്ക് ഇത് ഓർത്ത് ചിരി വരുന്നുണ്ട്. അവൾ ചിരിക്കുന്നത് നമ്മുടെ അസിസ്റ്റന്റും കാണുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റന്റിന് മനസ്സിലാവും, നീ എന്നെ യൂസ് ചെയ്യായിരുന്നു അല്ലേ എന്ന് ചോദിച്ചിട്ട് അവൾ അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു സ്ഥലത്തെ ഒരു സ്വിമ്മിംഗ് പൂളിലോട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അവിടെ അയാളും ഇരിപ്പുണ്ടായിരിക്കും മാസ്ക് വെച്ച്. എനിക്കിതിനെപ്പറ്റി എല്ലാം അറിയണം എന്ന് നമ്മുടെ ഹീറോയിൻ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വില വലുതായിരിക്കും, നീ ഒത്തുവരെ കഷ്ടപ്പെടാതിരിക്കുന്നു എന്ന് മാസ്ക് വെച്ച് അയാളും പറയുന്നുണ്ട്. ശരി, നീ എൻ്റെ അടുത്തോട്ട് വാ, ഞാൻ നിനക്ക് അവസരം തരാമെന്ന് പറയും. നമ്മുടെ ഹീറോയിൻ അവൻ്റെ അടുത്തോട്ട് പോകുമ്പോഴേക്കും അവനെ വെള്ളത്തിലോട്ട് തള്ളിയിടുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ സ്വിമ്മിങ് അറിയില്ലല്ലോ. ഒരു ഘട്ടം എത്തുമ്പം അവനാണെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമെങ്കിലും ആ സമയം നമ്മുടെ ഹീറോയിൻ അവൻ്റെ മാസ്കിനെ തട്ടി മാറ്റുന്നുണ്ട്. അപ്പോഴാണ് അത് നമ്മുടെ ലിന്നാണെന്ന് കാണുന്നത്. അപ്പോൾ നമ്മുടെ ലിന്നും പറയുന്നുണ്ട്, നിനക്ക് ഒരു ചാൻസും തരാൻ പാടില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ആ വെള്ളത്തിലോട്ട് അവളെ തള്ളിയിടുന്നുണ്ട്. എന്നിട്ട് ലിന്നാണെങ്കിൽ അവിടെ നിന്ന് പോകും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നീന്തൽ അറിയാത്തതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആവുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ ബായ്.